ഹലോ ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സോപ്പ് മേക്കിംഗ് ഒക്കെയാണല്ലേ കാണിക്കാറ്. ഇന്ന് നമുക്കൊരു ഷാമ്പു മേക്കിംഗ് കണ്ടാലോ. അപ്പോൾ വീട്ടിൽ തന്നെ നല്ലൊരു ഹെർബൽ ഷാമ്പു എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ നമുക്കത് സെയിൽ ചെയ്യാം എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന കേട്ടോ. അപ്പോൾ ഞാനൊരു 1 കിലോയുടെ ബേസ് എടുത്തിട്ടാണ്. ഷാമ്പൂവിൻ്റെ ബേസ് ഉണ്ട്, ഷാമ്പു ചെയ്യാൻ ഷാമ്പൂവിൻ്റെ ബേസ് ഉണ്ട്, സോപ്പിന് ബേസ് ഉള്ള പോലെ തന്നെ ലിക്വിഡ് ആയിട്ടുള്ളൊരു ബേസാണ് വരുന്നത്. ഈ ഒരു ബോട്ടിൽ മാത്രമേ നമുക്ക് നിറച്ച് കിട്ടാത്തുള്ളൂ കേട്ടോ. നമ്മൾ 1 കിലോൻ്റെ ഫുള്ള് എടുത്തിട്ടില്ലായിരുന്നു ബേസ്, ഇത്തിരി അവിടെ അതിൽ ബാക്കി വന്നിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോയിലോട്ട് പോയാലോ. അത് നമുക്ക് ആദ്യമായിട്ട് വേണ്ട നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് അലോവേറ. അത് നമ്മൾ കട്ട് ചെയ്ത് അതിൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ട് തണുത്ത വെള്ളത്തിലിട്ട് വെച്ചേക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ആര്യവേപ്പ്, പിന്നെ തുളസി, പിന്നെ ഇതാ കുറച്ച് 4 ഉണക്കനെല്ലിക്ക എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 4 ഇൻഗ്രീഡിയൻ്റ് കൊണ്ടാണ് നമ്മൾ ഷാമ്പു മേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അലോവേറൻ്റെ ജെല്ല് മാത്രം മതി കേട്ടോ. അതിൻ്റെ ആ തണ്ടിൻ്റെ പച്ച ഭാഗമൊന്നും വേണ്ടേ. അത് ചിലർ സ്കിന്നിന് അത് പറ്റത്തില്ല, അതുകൊണ്ടാണ് അതെടുക്കാത്തത്. അതിൻ്റെ ജെല്ല് മാത്രമായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ ഈ ജെല്ലിലാണ് കേട്ടോ നമ്മൾ ആര്യവേപ്പും തുളസിയും ഒക്കെ അരച്ചെടുക്കേണ്ടത്. അപ്പോൾ അതാ ഒരു മെഷർമെൻറ്റ് എനിക്ക് പറഞ്ഞുതരാൻ കഴിയുന്നില്ല കേട്ടോ. ഒരു എന്താ പറയുക, ഒരു കട്ടിയുള്ള അലോവേറ ആണെങ്കിൽ ഒരു 2 തണ്ടൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് ഷാമ്പൂൻ്റെ ബേസ്, സോപ്പിൻ്റെ ബേസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ വേണ്ടവർ കോണ്ടാക്ട് ചെയ്യുക. നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ഷാമ്പൂ ബേസ് ഷാമ്പൂ വിത്ത് കണ്ടീഷണർ ബേസ് ആട്ടോ. അതുകൊണ്ട് നമ്മളെ മുടി ഇങ്ങനെ പാറി പറന്നിട്ട് പറ്റ ഡ്രൈ ആയിട്ട് വരില്ല കേട്ടോ. അങ്ങനത്തെ ബേസാണ്. പിന്നെ നമ്മുടെ അടുത്തുള്ളത് പേളി ഷാമ്പൂ ബേസും ഉണ്ട്, അതൊരു വൈറ്റ് കളറായിട്ട് വരും. ഇത് ട്രാൻസ്പെറൻ്റ് ആണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ബേസ്. അപ്പോൾ ഞാൻ തുളസിയും ആര്യവേപ്പും ആദ്യം ഒന്ന് കഴുകി പിന്നെ രണ്ടാമത് വെള്ളം എടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ലീഫൊക്കെ ഊരി എടുത്തിട്ട് നമുക്ക് ഈ കറ്റാർവാഴൻ്റെ ജെല്ലിൽ വെച്ച് അരച്ചെടുക്കാം. അപ്പോൾ എൻ്റെ മിക്സിയുടെ ജാറ് ചെറിയ ജാറാണ്, അതുകൊണ്ട് എല്ലാതും കൂടി ഒപ്പം അരക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് അരച്ചിട്ട് പിന്നെ 2 സെക്കൻഡ് കൊടന്ന് അരക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ വളരെ ഈസി ആട്ടോ. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്. അതേപോലെ കുട്ടികളെ തലയിലുള്ള താരന്, കുട്ടികളതല്ല നമുക്കും പറ്റും താരന്, പേൻശല്യല്ലേ. കുട്ടികളെ മക്കൾ സ്കൂൾ തുറന്നാൽ നമ്മളെ അമ്മമാരെ ഭയങ്കര ഒരു ടെൻഷനാണ് ഈ പേൻശല്യം. അത് കുട്ടികൾക്കും തന്നെ ഭയങ്കര ഡിസ്റ്റർബൻസാണ്, പേനും താരനൊക്കെ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടാനുള്ളതാണ് നമ്മൾ ആര്യവേപ്പും തുളസിയൊക്കെ കേട്ടോ. അപ്പോൾ അതൊന്നും എന്ന് അരച്ച് തലയിൽ പിടിച്ച് ഇരിക്കാനൊന്നും ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളെ കിട്ടൂല, നമുക്ക് ടൈമും ഇല്ല. അപ്പോൾ അതിനാണ് നമ്മളിങ്ങനെ ഷാമ്പു ഒക്കെ മേക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഹെർബലായിട്ടുള്ള സംഭവങ്ങൾ കുട്ടികൾക്ക് വാങ്ങി കൊടുക്കട്ടോ. ഇത് തന്നെ വാങ്ങണം എന്നല്ല, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നവരാണെങ്കിൽ ഉണ്ടാക്കുക. പിന്നെ പേൻശല്യത്തിനൊക്കെ ആര്യവേപ്പൊക്കെ തലയിൽ അരച്ചിടുന്നത് നല്ലതാണ്. തുളസിയും ആര്യവേപ്പും കൂടി അരച്ചിടുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അരച്ചെടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ പറഞ്ഞ പോലെ രണ്ടാമത് അത് ജ്യൂസായിട്ട് വെള്ളം പോലെ വരും. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത ഇലകളും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്നത് കേട്ടോ. ഇതൊക്കെ പനിക്കൂർക്കയും കൂടി ചേർക്കണം എന്നുണ്ടായിരുന്നു ഇതിൽ. അത് അൽവാസിൻ്റെ വീട്ടിലായിരുന്നു. അവിടേക്ക് പോകാനുള്ളൊരു മഴയും കൂടി ആയപ്പോൾ പോകാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം അത് ചേർത്തിട്ടില്ല കേട്ടോ. പനിക്കൂർക്കൊക്കെ ഉള്ളവർ അതും കൂടി ആഡ് ചെയ്യണേ. ഈ സ്കൂളൊക്കെ തുറന്നാൽ എത്ര നമ്മൾ കുട്ടികളെ എത്ര വാർന്നെടുത്ത് എങ്ങനെയൊക്കെ നമ്മൾ ക്ലീനാക്കി കൊണ്ട് നടന്നാലും കുട്ടികൾ പേനായിട്ട് പിന്നെയും വരും. അത് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ടൈം വരെ പിന്നെയും ക്ലീനായിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. എൻ്റെ മുകളിലത്തൊക്കെ ഞാൻ
ഇങ്ങനെ വരുമ്പോൾ ഈ ഷാമ്പു യൂസ് ആക്കലാണ്. അപ്പോൾ പിന്നെ കുട്ടികൾ തന്നെ ചൊറിയും, അവർക്ക് തന്നെ ചൊറിച്ചിൽ വരും. അപ്പോൾ അവരെന്നെ വാർന്നിടാൻ പറയും. ചില കുട്ടികൾക്ക് വാരാനൊക്കെ ഭയങ്കര മടിയാണ്. ആ കൂട്ടത്തിലുള്ളതാണ് എൻ്റെ മോളും. അപ്പോൾ ഞാൻ അവൾക്ക് ഈ ഷാമ്പു ആണ് പരീക്ഷിച്ച് റിസൾട്ട് അറിഞ്ഞതാട്ടോ. അപ്പോൾ നമ്മൾ അരച്ചെടുത്തത് ഇനി നല്ലവണ്ണം അരിച്ചെടുക്കണം കേട്ടോ. ഒരു തരി ഒന്നും പാടില്ല. നമുക്ക് ഇതിൻ്റെ നീര് മാത്രം മതി കേട്ടോ. അതിൻ്റെ സത്ത് ഫുള്ള് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് പിഴിഞ്ഞ് നല്ലോണം ആ സ്പൂൺ കൊണ്ട് ഞാൻ നല്ലോണം പ്രസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്തെടുക്കാൻ പോകുന്നത് DM വാട്ടർ ആട്ടോ. മിനറൽ വാട്ടറോ നമ്മളെ സാധാ വെള്ളമോ അല്ല, DM വാട്ടറാണ്. അപ്പോൾ ആ ജാറിലൊക്കെ ഉണ്ട് ഒരുപാട്. അപ്പോൾ അതിലൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് എടുത്തിരുന്നു കേട്ടോ. എത്രത്തോളം ആ ചണ്ടിയിലുള്ള എത്രത്തോളം നീരുണ്ട് അതൊക്കെ നമുക്ക് എടുക്കണം കേട്ടോ. ഒരിക്കലും ആരും പച്ചവെള്ളം ഒഴിച്ചിട്ടൊന്നും ചെയ്യരുത്. അത് നമ്മളെ ഷാമ്പൂവിന് ഷെൽഫ് ലൈഫ് കിട്ടൂല കേട്ടോ. അപ്പോൾ DM വാട്ടർ നമ്മളടുത്ത് അവൈലബിൾ ആണ്, വേണ്ടവർ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. പിന്നെ ആരും കോൾ ചെയ്യരുതേ, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണേ. എനിക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക, ഞാൻ എത്ര വൈകിട്ടാണെങ്കിലും ഞാൻ റിപ്ലൈ തരും കേട്ടോ. പിന്നെ നമ്മൾ ബേസൊക്കെ ഓരോരുത്തർക്ക് അയച്ചു കൊടുത്തു തുടങ്ങി, എല്ലാവരും അയച്ചോലൊക്കെ നല്ല അഭിപ്രായം കേട്ടോ പറഞ്ഞത്. അപ്പോൾ ആർക്കെങ്കിലും സോപ്പ് ബേസോ ഒക്കെ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ കണ്ടോ, നമ്മൾ DM വാട്ടറൊക്കെ ഒഴിച്ച് നമ്മൾ ആ നീരിൻ്റെ ഇരട്ടിയിലധികം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുറച്ചും കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലോണം കുറുക്കിയെടുക്കണം കേട്ടോ. ഒരു കഷായം പരുവത്തിൽ കുറഞ്ഞ തീയിലിങ്ങനെ ഇട്ട് ഞാൻ ഒരു 3/4 മണിക്കൂറോളം വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ലോണം ഇളക്കി കൊടുത്ത്, കാരണം സ്റ്റീൽ പാത്രമാണ്, പെട്ടെന്ന് തിളച്ച് പോകാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ പോകാൻ ഒരിക്കലും സമ്മതിക്കരുത്. കാരണം നമ്മളെ ഈ ഈ ഒരു കഷായം പോലെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സത്തൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ അവിടുന്ന് മാറാനൊന്നും പാടില്ല കേട്ടോ. ഒരു 15 മിനിറ്റായപ്പോൾ ഈ ഒരു പരുവത്തിൽ വന്നു കേട്ടോ. ജസ്റ്റ് അതിലുള്ള തരികളൊക്കെ ഉണ്ടോ മേലെ ഒന്നിങ്ങനെ ഇതായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴും നമ്മളത് കളയരുത് കേട്ടോ. കുറച്ച് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറിൻ്റെ അടുത്താവുമ്പോൾ ഒക്കെ അടിഞ്ഞടിഞ്ഞ് വരിക. അപ്പോൾ ഈ തരിപ്പുകളൊക്കെ നമുക്കതിൽ നിന്ന് ഒഴിവാക്കണം. നമുക്കിതിൻ്റെ പ്യുവർ ജ്യൂസ് മാത്രം മതി, ഒരു എക്സ്ട്രാക്റ്റ് പോലെ കിട്ടണം കേട്ടോ. പിന്നെ ഞാനിതിൽ ഒരു കെമിക്കൽ കളറോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല, അതൊക്കെ ഓപ്ഷണലാണ്. സ്കിൻ സേഫ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ടാവും, പക്ഷേ ഒരു നമ്മൾ ഹാൻഡ് മെയ്ഡായി കെമിക്കൽ ഫ്രീ ഓർഗാനിക് പറഞ്ഞിട്ടൊരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് അത്രയും എത്രത്തോളം അതിലൊരു കെമിക്കലിൻ്റെ കണ്ടൻറ്റ് കുറക്കാൻ പറ്റുമോ അത് നമുക്ക് കുറച്ചിട്ട് ചെയ്ത് കൊടുക്കാം. അതല്ല അതിൻ്റെ ഒരു നീതി അതല്ലേ. അപ്പോൾ സോപ്പ് ബേസ് ഷാമ്പു ബേസൊക്കെ ഉള്ള ഈ ഒരു കെമിക്കൽ നമുക്ക് ഇല്ലാണ്ട് ഇത് ചെയ്യാൻ കഴിയൂല. അപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് നമുക്ക് ഒഴിവാക്കാമല്ലോ. പിന്നെ ഇതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞൊരു വാങ്ങട്ടെ, അത്രേ നമുക്ക് പറയാനുള്ളൂ. ഇതിൻ്റെ സോപ്പാണെങ്കിലും ഒരു എക്സ്ട്രാക്റ്റ് വിത്ത് കളർ വരുന്ന ബേസിൽ അത് അവർ ഓൾറെഡി നമുക്ക് തരുന്ന ബേസാണ്. അല്ലാതെ നമ്മൾ ഓൾറെഡി കളർ ഒന്നിലും ഞാൻ ആഡ് ചെയ്യാറില്ല. ബേസ് സോപ്പ് ആവട്ടെ ഷാമ്പു ആവട്ടെ, സ്കിൻ ഓയിൽ ഉണ്ടാക്കിയിരുന്നത് സ്കിൻ കെയർ ഓയിൽ ഉണ്ടാക്കില്ല, അതിലും ഞാൻ കളർ ആഡ് ചെയ്യുന്നില്ല. ഒക്കെ എന്താണോ അതിൽ നിന്ന് കിട്ടുന്ന കളർ അതിൽക്കാണ്, അതുകൊണ്ടാണ് ഞാൻ സെയിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതുപോലെ കിട്ടും കേട്ടോ, അതാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. കണ്ടോ എത്രത്തോളം നമ്മൾ ആദ്യം ആ തിളപ്പിക്കുന്ന ടൈമിലുണ്ടായിരുന്നു എന്നറിയാലോ. കണ്ടോ അത് ഇത്ര ആയിട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഉണക്കനെല്ലിക്ക ചേർക്കണം. അത് പച്ചനെല്ലിക്കയാണെങ്കിൽ നമ്മൾ ചേർക്കുന്നത് വെച്ചെങ്കിൽ ഈ ഇലകൾ ഇരക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ കുരു കളഞ്ഞിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഉണക്കനെല്ലിക്ക എടുത്തത് കാരണം ഇതിൻ്റെ കളറിനൊരു ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതൊരു ചുവപ്പും പച്ചയും ഒക്കെ കൂടി ഒരു മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് വന്നത് ലാസ്റ്റ്. എന്താ നമ്മൾ ഉണക്ക നെല്ലിക്ക, ഇത് വീട്ടിൽ തന്നെ ഉണക്കി വെച്ചത് നെല്ലിക്ക കേട്ടോ. അപ്പോൾ ഞാനത് കൈകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പിച്ചി എടുക്കുന്നുണ്ട്. അതിൻ്റെ കുരു ഒഴിവാക്കണേ. എന്നിട്ട് ഇനിയും ഇത് കുറുക്കിയെടുത്ത് ഇതിൻ്റെ പകുതിയാക്കി എടുത്തിരുന്നു കേട്ടോ.
എല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ട് സോപ്പ് ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു. ചിലരൊക്കെ 1-2 പേര് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ടൈമിനനുസരിച്ചും എല്ലതും കൂടി ആയിട്ട് ഞാൻ പറഞ്ഞു തരും കേട്ടോ. അല്ലാതെ എനിക്ക് അതിനായിട്ട് നിൽക്കാൻ ടൈമില്ലെങ്കിലും എനിക്ക് കഴിയുന്ന പോലെ ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് അറിയുന്നത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആദ്യം ഒരു ശീല വെച്ചു, പിന്നെ അതിൻ്റെ അടിയിലൊരു അരിപ്പയും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത്, അരിച്ചെടുക്കുന്നത്. അത് തിളപ്പിച്ചെടുത്തിട്ട് കേട്ടോ, നെല്ലിക്ക എടുത്ത് തിളപ്പിക്കുന്ന ഭാഗം എടുക്കാൻ വിട്ടിട്ടുണ്ട് കേട്ടോ വീഡിയോ എടുക്കാൻ. അപ്പോൾ അങ്ങനെ തിളപ്പിച്ചെടുത്തതാട്ടോ. ഒരു കുറുക്കിയ പരിവഹിക്കണേ. അതിൻ്റെ കളറൊക്കെ നോക്കിയേ, നെല്ലിക്കൻ്റെ കളറാട്ടോ അത്. ഉണക്ക നെല്ലിക്ക ആയതുകൊണ്ടേ ആ ഒരു ഡ്രൈനെസ് കളറാണ് ആ വന്നിട്ടുള്ളത് അതിൻ്റെ. എന്നിട്ട് അതിൽ നിന്ന് എത്രത്തോളം സത്ത് ഊറ്റിയെടുക്കാമോ അത്രത്തോളം എടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇപ്പോൾ ആകെ കിട്ടിയത്. നമ്മൾ വെച്ച വെള്ളം എത്രയൊന്നും ഓർമ്മ ഉണ്ടല്ലോ, ഇതാണ് ആകെ കിട്ടിയത്. ഇനി നമ്മളൊരു വെയിറ്റിംഗ് മെഷീനാണ്. ഈ വെയിറ്റിംഗ് മെഷീന് ഒരു പ്രത്യേകത ഉണ്ട്, ക്യാമറ ഓൺ ആക്കിയാൽ ഇത് വർക്ക് ചെയ്യില്ല. അത് കാരണം എനിക്ക് ഈ ഷാമ്പൂവിൻ്റെ ബേസ് നിങ്ങൾക്ക് കറക്റ്റിൽ എടുക്കുന്ന കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ പാത്രത്തിൻ്റെ അടക്കമുള്ള വെയിറ്റാണ് ഇപ്പോൾ അതിൽ കാണാം. ഞാൻ ആദ്യം അങ്ങനെ ചെയ്തപ്പോൾ അത് വന്നില്ല. അപ്പോൾ ഞാൻ ഷാമ്പു അതിൽ ഒഴിച്ചു പോയി, പിന്നെ അതൊന്നും ചെയ്യാൻ വയ്യ. അപ്പോൾ അങ്ങനെ ഞാനൊരു 1000 സംതിങ് വന്നപ്പോൾ ഷാമ്പു ബേസിൻ്റെ മെഷർമെൻറ്റ് വന്നപ്പോൾ ഞാനത് നിർത്തി കേട്ടോ. 1246-45 ആ ഒരു ഗ്രാം വന്നപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ആ ബോട്ടിലിൽ കുറച്ചും കൂടി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് കാണിച്ചു തരാം ആ ബോട്ടിലിൽ എത്ര ബാക്കി വന്നതെന്ന്. 1 കിലോയുടെ ഷാമ്പു ബേസിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ അത് 100 മില്ലി പോലും തികച്ചില്ല കേട്ടോ. കണ്ടോ മെഷർമെൻറ്റ് കപ്പിൽ നമ്മൾ ആ നമ്മൾ കഷായം ഉണ്ടാക്കിയെടുത്തത്. ശരിക്കൊരു കഷായമാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കിയത്. കണ്ടോ, നമ്മൾ ആ ഷാമ്പു ബേസിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലൊരു റെഡ് കളറാട്ടോ വന്നത്. നല്ല ഭംഗിയുള്ളൊരു കളർ തന്നെയായിരുന്നു. അപ്പോൾ ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കഷായവും നമ്മുടെ ഷാമ്പു ബേസും എല്ലാം കൂടി ഒന്ന് മിക്സ് ആവണം. നല്ലൊരു റെഡിഷ് കളറായിട്ട് വന്നത്. നല്ല ടൈറ്റും ഉണ്ടായിരുന്നു, നല്ല കുറുകിയിട്ടായിരുന്നു നമ്മളെ ഷാമ്പു ഇരുന്നിരുന്നത്. അപ്പോൾ ഞാനതിലേക്ക് കുറച്ച് DM വാട്ടർ ഒഴിക്കാമെന്ന് കരുതി. പിന്നെ കുറച്ച് ബാലൻസ് വന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു, ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചേർത്തു. ജ്യൂസ് മീൻസ് ആ കഷായം കേട്ടോ, വേറെ ഇതും ജ്യൂസല്ല. അപ്പോൾ കണ്ടോ നല്ല ഡാർക്ക് കളറായിട്ട് വന്നിരുന്നു കേട്ടോ. ഇനി ഇതിൻ്റെ കളറ് മാറുന്നൊരു സ്റ്റേജ് ഉണ്ട്, കാണിച്ചു തരാം. നല്ല ടൈറ്റായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ ചെറിയ സ്പൂണുമാണ് എടുത്തത്, അതുകൊണ്ട് നല്ലോണം ഇളക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും എല്ലാ ഭാഗത്തിലേക്കും ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വിറ്റാമിൻ ഇ ഓയിലിൻ്റെ ഒരു 4 ഡ്രോപ്സ് നമുക്ക് ഇട്ടിച്ചു കൊടുക്കാം. ഇത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള വിറ്റാമിൻ ഇ ഓയിലാണ്. അപ്പോൾ ഒരു ക്യാപ്സ്യൂള് അല്ല, ഒരു 4 ക്യാപ്സ്യൂളിന് ഇതൊരു തുള്ളി മതിയാകും കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം ജോയിൻ്റ് ആക്കി കൊടുക്കുന്നുണ്ട് വിറ്റാമിൻ ഇ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം. അപ്പോൾ നോക്കി ചെറുതായിട്ട് അറിയാം അതിൻ്റെ കളറ് ചേഞ്ച് ആവുന്നുണ്ട്, ഒരു ക്രീം കളറിലോട്ട് വരുന്നുണ്ട്. വിറ്റാമിൻ ഇ ഓയിൽ അതിൻ്റെ റിയാക്ഷൻ ആവട്ടോ അത്, ആ കളർ ചേഞ്ചിങ്, ഒരു വൈറ്റിഷ് കളർ ക്രീം കളറ് വന്നിട്ടോ. പിന്നെ ഞാൻ നല്ല ടൈറ്റാണല്ലോ, ഇത്രയ്ക്ക് ടൈറ്റൊന്നും നമ്മൾ ഷാമ്പൂന് വേണ്ട. അപ്പം നമ്മളൊരു 20 മില്ലിയോളം DM വാട്ടർ ഒഴിക്കുന്നുണ്ട് കേട്ടോ.
ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ ശക്തിയിൽ നമുക്കിത് മിക്സ് ചെയ്യാൻ പറ്റില്ല, കാരണം ബബിൾസ് വരും കേട്ടോ. അപ്പോൾ നമ്മൾ സാവധാനത്തിൽ വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ആ DM വാട്ടറും ഷാമ്പു ബേസും നല്ലോണം ജോയിൻ ആവണേ. ഇനി നമുക്കിതിലേക്ക് ഒരാളെ മാത്രമേ ഉള്ളൂ ആഡ് ചെയ്യാൻ, അതാണ് നമ്മുടെ ഫ്രാഗ്രൻസ് ഓയിൽ. അപ്പോൾ ഞാനിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നീം തുളസി ഫ്രാഗ്രൻസ് ഓയിലാട്ടോ. അപ്പോൾ ഫ്രാഗ്രൻസ് ഓയിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്, വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, ഒരു 15 മില്ലി ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലുണ്ടായിരുന്നു, എനിക്ക് തോന്നി 15 മില്ലി ഒന്നും ആഡ് ചെയ്യേണ്ടില്ലായിരുന്നു. നല്ലോണം സ്മെല്ലുണ്ടായിരുന്നു. ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്തപ്പോൾ ആ വൈറ്റിഷ് ക്രീം കളർ രൂപപ്പെട്ടിരുന്നു കേട്ടോ. കാരണം ഓയിലായിട്ടും ഈ ഷാമ്പു ബേസിൻ്റെ റിയാക്ഷനാണ് അവിടെ നടക്കുന്നത്. വിറ്റാമിൻ ഇ ഓയിൽ, ഫ്രാഗ്രൻസ് ഓയിലൊക്കെ ഒരു ഓയിലല്ലേ. കണ്ടോ, കളറ് ലാസ്റ്റ് ഇങ്ങനെ ഒരു പരുവത്തിലേക്ക് വന്നു കേട്ടോ. ഈ കളറാണ് നമ്മൾ ഷാമ്പുവിന് വരുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ കണ്ടല്ലോ ഇതിൽ എന്തൊക്കെ ഇപ്പോൾ ആഡ് ചെയ്തത്. അപ്പോൾ ആ നെല്ലിക്കൻ്റെ കളർ കൊണ്ടാണ് ഇതിങ്ങനെ വന്നേക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഗ്രീൻ കളർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല ഒന്നാം തരം ഹെർബൽ ഹാൻഡ് മെയ്ഡ് ഓർഗാനിക് ഹോം മെയ്ഡ് ഷാമ്പു റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഞാനിതൊരു 9 ബോട്ടിൽസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 130 ഗ്രാമിൻ്റെ ബോട്ടിലാണ്. ഒരു 125 മില്ലിയോളം എല്ലയിലേക്കും ആക്കാമെന്ന് കരുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മെഷർമെൻറ്റ് നോക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. 125 മില്ലി എത്ര ഗ്രാമാണെന്ന് നോക്കട്ടെ നമുക്ക്. - 113 ഗ്രാമാട്ടോ. ഈ വെയിറ്റൊക്കെ എനിക്ക് കറക്റ്റ് എനിക്ക് പറയാൻ സത്യം പറഞ്ഞാൽ പേടിയാട്ടോ. അതിൻ്റെ വെയിറ്റിംഗ് മെഷീനിന് ഒരു ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്, ചിലപ്പോൾ വെയിറ്റ് മൈനസായിട്ട് കാണിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്കറിയില്ല. ഞാൻ 125 മില്ലി കണക്കാക്കിയിട്ടാണ് എല്ലാ ബോട്ടിൽസൊക്കെ ഒഴിച്ചു കൊടുത്തത്. അങ്ങനെ നമുക്ക് മൊത്തം 9 ബോട്ടിൽസ് കിട്ടിയിരുന്നു. അതിലൊരു ബോട്ടിൽ ഇത്തിരി കൂടുതലും ആയിരുന്നു, ഒരു ബോട്ടിൽ കുറച്ച് കുറവായിരുന്നു. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് നമ്മളെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഷാമ്പൂ. ഇനി നമുക്ക് ഇൻഷാല്ലാ ഇനി നമുക്ക് ഹിബിസ്കസ് ഷാമ്പൂ ഒക്കെ ചെയ്യാം. അത് നമുക്ക് പേളി ഷാമ്പൂ ബേസ് വെച്ച് ചെയ്യണം ഇൻഷാല്ലാ. ഒക്കെ ഞാൻ ചെയ്യുമ്പോൾ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ, എന്നാലേ നമുക്കിത് ചെയ്യാനൊക്കെ ഒരു ഊർജ്ജം ഉണ്ടാകത്തുള്ളൂ. എല്ലാവരും വ്യൂസൊക്കെ ഉണ്ട്, പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ എനിക്കറിയുന്നത് ഞാൻ ഇതിലൂടെ കാണിക്കുന്നുണ്ട്, അത് ഒരുപാട് ആൾക്കാർ ചെയ്തു നോക്കുന്നുണ്ട്, അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക, നമ്മൾ ആരും പെർഫെക്റ്റ് അല്ലല്ലോ.
ഞാൻ 100% ഒരിക്കലും പെർഫെക്റ്റ് അല്ല. അറിയുന്നത് പറഞ്ഞു തരുന്നു, ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക. എന്തെങ്കിലും ഹെൽപ്പോ സംശയമൊക്കെ ഉണ്ടെങ്കിൽ. ഈ ലാസ്റ്റത്തെ 2 ഒരു ഗ്രീൻ കളർ വന്നിട്ടുണ്ട് കേട്ടോ. അത് ലാസ്റ്റ് ഒന്ന് ഇളക്കാതെ അടിയിൽ നിന്നതുകൊണ്ടാണ് എന്ന് തോന്നുന്നു. ലാസ്റ്റ് 2 ഒരു ഗ്രീൻ കളർ വന്നിരുന്നു. അപ്പോൾ ഞാനൊക്കെ വെയിറ്റൊക്കെ നോക്കിയിരുന്നു. ഒക്കെ 120, 130 ആ ഒരു വെയിറ്റിലുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമുക്ക് ഏറ്റവും കുറവായിട്ട് കിട്ടിയത്, 109 ഇട്ട്. ഇതത്രയൊന്നും കിട്ടിയില്ലേ. അപ്പം എൻ്റെ വാട്സപ്പ് നമ്പറാണിത്. ആരും കോൾ ചെയ്യരുതേ, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ലാസ്റ്റ് ഫുൾ എടുത്തില്ല എന്ന് പറഞ്ഞല്ലോ, ആ ബേസിൽ